ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഗായ്സ്, ഇന്ന് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നെയിം സ്ലിപ്പാണ്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ എടുക്കുക. നിങ്ങൾക്ക് ഇതൊന്നും കാണണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി അടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യം ഇങ്ങനെ ഇച്ചിരി അടിച്ചാൽ മതി കേട്ടോ, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോ. പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇത്ര വലുപ്പമൊക്കെ വേണമെങ്കിൽ, ഇത്ര വലുപ്പമൊന്നും വേണ്ടി വരില്ല, ഇത്ര വലുപ്പമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4 പേജ് ഉണ്ടാവും. ഈ ഒരു വലുപ്പമാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ 8 പേജ് ഉണ്ടാവും. ഇങ്ങനെ മടക്കിയാൽ ഇങ്ങനെയാണ്. ഇങ്ങനെ മടക്കിയാൽ നിങ്ങൾക്ക് 12 പേജസ് ഉണ്ടാവും. നിങ്ങൾ അപ്പം ഞാൻ 8 പേജായി വരുന്ന നെയിം സ്ലിപ്പാണ് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കണം. അത് ഈ ഇത്ര പിക്ചേഴ്സ് വരച്ച് നല്ല രസമുണ്ട്. കുറുമിനൊക്കെ വരച്ച് നോക്കി നല്ല രസമല്ലേ. ഇത് പിൻട്രസ്റ്റിലൊക്കെ വരച്ച കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുണ്ടോ. ആ ഇമേജ് ഡൗൺലോഡൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വരച്ചത്. ഈ പെൻഗ്വിൻ, ചെറീസ്, യൂണിക്കോണ്, ആ ഒരു ബിയർ, അവോക്കാഡോ. എനിക്ക് അവോക്കാഡോയും ചെറീസൊക്കെ ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഒരു ട്വിസ്റ്റല്ല, ഒരു കാര്യം നടന്നു. ഇനി ഇത് കളർ ചെയ്ത് വരുമ്പോൾ എനിക്ക് കൊണ്ട് നെയിം ക്ലാസ്സിലൊക്കെ എഴുതണം. ഞാൻ പെൻഗ്വിനൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ബട്ട് ഗൈസ്, പെൻഗ്വിൻ ഡാർക്ക് ബ്ലൂ അല്ലായിരുന്നു. ഞാനറിയാതെ ബ്ലാക്ക് അടിച്ചു പോയി ഗൈസ്. ആകെ അങ്ങ് കൊള്ളായി തരിപ്പടമായിപ്പോയി കണ്ടോ. പിന്നെ പത്തൊമ്പത് കാര്യം. അങ്ങനെയാണ് പെൻഗ്വിനെ ഫുള്ള് കളറടിച്ചു, കണ്ണിലൊക്കെ കളറടിച്ചു. ഒരുപാട് കൊള്ളമായി. ശരിക്കും പറയാം, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര കൊള്ളായിപ്പോയ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ കണ്ടോ, നിങ്ങൾ ഈ പെൻഗ്വിനും നിങ്ങൾ നോക്കി നോക്ക്. പിന്നെ എനിക്ക് യെല്ലോയും പിങ്കൊക്കെ അടിച്ചു കൊടുത്തു കളർ പെൻസിൽ. കണ്ടോ ഈ കളർ പെൻസിൽ. പിന്നെ യെല്ലോ ആ ഒരു നോസ് ആ ഒരു ഇതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ കൊള്ളമായി എൻ്റെ പെൻഗ്വിൻ. പിന്നെ ഞാൻ ചെറിക്ക് ഞാൻ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാ കണ്ടോ, നല്ല ഇപ്രാവശ്യം ചെറിയ ഞാൻ കൊള്ളാക്കില്ലെന്ന് ഇതാക്കിയിട്ടാണ് ഞാൻ കളർ ചെയ്യാൻ വിചാരിക്കുന്നത്. കൊള്ളാക്കില്ല ഞാൻ. അങ്ങനെ റെഡൊക്കെ അടിച്ചെടുത്ത് ഇനിയാണ് ബ്ലാക്ക് ഇതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. നിങ്ങൾക്ക് നോക്കുക, കയ്യിൻ്റെ അവിടെ കൊള്ളമായിപ്പോൾ. എൻ്റെ ഫേവറേറ്റ്. ഞാൻ കൊള്ളാവില്ലെന്ന് വിചാരിച്ച ചെറിയനും. പിന്നെ വാക്സ് ക്രയോണ് ഗ്രീന്. വേറെ ഗ്രീനിൻ്റെ കളർ പെൻസിലൊക്കെ ഷാർപ്പൊക്കെ പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ റെഡ്, ഒരു ഹേർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ റെഡ് അടിച്ചെടുത്തു. ഭയങ്കര ഇച്ചിരി രസമുണ്ട്. ബട്ട് ആ കണ്ടവിടെ കൊള്ളമായിപ്പോയി. അതാണ് അവോക്കാഡോക്കെ ഞാൻ ഈ ഒരു ഡാർക്ക് ലൈറ്റ് കളറായിട്ടുള്ള ബ്രഷ് പെൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. ലുക്ക് ലൈക്ക് ദിസ്. അങ്ങനെ ഉള്ളിൽ കറക്റ്റ് അവോക്കാഡോൻ്റെ കളറിലെ അതിൻ്റെ ആ ഒരു ആവുന്ന പഴുപ്പ്. പിന്നെ ഇച്ചിരി കളർ പെൻസിൽ, ഡാർക്ക് ഗ്രീൻ കളർ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡാർക്കായിട്ടുള്ള ഈ ഒരു പേസ്റ്റിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡാർക്ക് ഗ്രീൻ അടിക്കാം. അപ്പം നമ്മൾ ഇച്ചിരി ലൈന് പോലെയല്ല, നമ്മൾ വരച്ചതുപോലെയല്ല, ഞാൻ വരച്ചതുപോലെയല്ല വെച്ചപ്പോൾ അവിടെ ഒരു കൊള്ളമായിപ്പോയി. അപ്പം ഞാൻ ആദ്യം ഫുള്ള് കളർ അടിച്ചിട്ട് അവിടെ ഇതുപോലെ കൊടുത്തു. അപ്പോൾ കറക്റ്റായല്ലോ. ഇനി ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈന് കൊടുക്കണം. എൻ്റെ ഏറ്റവും പേടിയായ സാധനമാണ്. അതുകൊണ്ട് തന്നെ ചുണ്ടൊക്കെ ഭയങ്കരമായി കോളമായിട്ടുണ്ട്. കളർ പെൻസിലുണ്ട്, ഇതൊക്കെ എനിക്കറിയില്ല. പിന്നെ വാക്സ് ക്രയോൺ യൂസ് ചെയ്തിട്ട് ആ ഒരു സീഡ്, ഉള്ളിൽ വരുന്ന ബ്രൗൺ സീഡ് കളർ ചെയ്തു. ഞാൻ കളർ ചെയ്യുന്നത് ഈ ഒരു ബിയറിനെയാണ്. ബിയറിനും വാക്സ് തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു വാക്സ്. ഓക്കെ, നല്ല വൃത്തിക്ക് കളർ ചെയ്ത് ഗൈസ്, നല്ല വൃത്തി ഉണ്ടാവും. അങ്ങനെ ഫുള്ള് കളർ ചെയ്തു, ഔട്ട്ലൈൻ വരച്ച് കോളമാക്കി. ഇതാണ് ഇത് നമ്മൾ ടു ഡു ലിസ്റ്റാണ്. ടു ഡു ലിസ്റ്റ് വെറുതെ വെക്കരുത് കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുമ്പം യൂസൊക്കെ ചെയ്യണ്ടേ.
അങ്ങനെ നിങ്ങൾ യൂസൊക്കെ ചെയ്യണം. ഇപ്പം ടു ഡു ലിസ്റ്റിലെ കാർഡ്ബോർഡ് അതേ സൈസിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാ അങ്ങനെ ബാക്കിലും ഫ്രണ്ടിലായിട്ടുള്ള ഓട്ടയാക്കാൻ പറ്റുകയാണെങ്കിൽ ഓട്ടയാക്കിക്കോട്ടെ. പിന്നെ ഓട്ടയാക്കാൻ പറ്റാതെ തന്നെ പോലെ നിങ്ങളാരും കുളമാക്കരുത്. ഞാൻ കുളമാക്കി. പിന്നെ സ്റ്റാപ്പിന് ഓട്ടയാക്കാൻ പറ്റില്ല എനിക്ക്. അമ്മയെ പോയി കയ്യിലൊന്നും തട്ടിയില്ല. അങ്ങനെതാ ഇതുപോലത്തെ നല്ല അമർത്തി സ്റ്റാപ്പ് ചെയ്ത് കുളച്ചും കാര്യമല്ല അത് പറിക്കണം. കാരണം നോക്കി ടാബിളുമേ അത് ഒട്ടി. ഈ ടാബിളിൻ്റെ ആ ഷീറ്റിൽ ഒട്ടിപ്പിടിച്ച് ഇത് തുറന്നു പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഈ തുറന്നു പോയതുകൊണ്ട് എളുപ്പമായി എനിക്ക് അത് തുറക്കാൻ പറ്റും. അങ്ങനെതാ അത് കംപ്ലീറ്റ്. നെക്സ്റ്റ് വി ഹാവ് ടൈം ടേബിൾ. അപ്പം നമുക്ക് വേണ്ട അത്ര സൈസിലുള്ളൊരു പേപ്പർ എടുക്കണം ആദ്യം. അങ്ങനെ ഇനി നമുക്ക് വേണ്ടത് ലൈനിലുള്ള ഒരിത് എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അതേ ലൈനിലായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ അവോക്കാഡോ, ഇങ്ങനെ നമ്മൾ അവോക്കാഡോ ഒക്കെ അടിച്ച് ആ ഒരു കളറ് ഇതിനും അടിച്ചു കൊടുക്കുന്നുണ്ട്. പോലെ പിന്നെ ഇതോ ആ ഗ്രീൻ ഈ ഒരു ബ്ലൂ അടിച്ചെടുക്കും. ഇനി വേറൊന്നുമില്ല, ആ ഗ്രീൻ കളറങ്ങ് പോയി കിട്ടി. അതുകൊണ്ട് ഇനി ബ്ലൂവിലേക്കൊന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇതാ കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി അടിച്ചു കഴിഞ്ഞു. ഇച്ചിരി കവായ് സ്റ്റിക്കേഴ്സ് ഫോർ ബ്യൂട്ടിഫുൾ. കവായ് സ്റ്റിക്കേഴ്സ് നമ്മൾ വാങ്ങി വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, യൂസ് ചെയ്യണ്ടേ. നോക്കുക, ഇങ്ങനെ ഈ ഒരു കവായ് സ്റ്റിക്കേഴ്സൊക്കെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ല ക്യൂട്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ നന്നാവും നമ്മുടെ സാധനം. ഇതുപോലെ തന്നെ സൗണ്ടിന് ഇച്ചിരി കുഴപ്പമുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമില്ല, മെമ്മോ പാഡ്സ്. അത് എനിക്ക് 4 പീസാണ് വേണ്ടത്. ഈ ഡിസൈൻ അങ്ങ് വരച്ചു കൊടുക്കുക. യൂസ് ചെയ്ത് വെക്കരുത്. ഇതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വേണ്ടൊക്കെ എഴുതി കൊടുക്കുക. സെയിം ലൈക്ക് വരുത്തി. ഇതാ മെമ്മോ പാഡ് എന്നൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. ഇതാ ഇതുപോലെ പിന്നെ എല്ലാം ചേർത്ത് പിടിക്കുക, പശയാക്കുക, ഒട്ടിക്കുക. പശേൻ്റെ മേലെ കൂടെ ചേർത്ത് വെച്ചാൽ മതി. ഉണങ്ങുമ്പോൾ കറക്റ്റ് ആയിക്കോളും. കണ്ടോ, ഇതുപോലെ തന്നെ ആക്കിയാൽ മതി, കറക്റ്റ് ആയിക്കോളും. ആരൊന്നും പിടിക്കാതെ ഞാൻ യൂസ് ചെയ്തു. അടുത്ത പേപ്പർ പിന്നെ ഇത് ലാസ്റ്റത്തെ ആയിരിക്കണം, എനിക്കറിയില്ല. 3-4 ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് വിട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. പേപ്പറിൽ പിൻ ചെയ്യും. കണ്ടോ, നല്ല രസമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.